രാവിലെ കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ഇറങ്ങിയ നമ്മുടെ ബിന്നിക്കൊച്ചിനെ അടിച്ചൊതുക്കി ഒരു മൂലയിൽ ഇരുത്തിയിട്ടുണ്ട്. നൂറ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ബാക്കിയുള്ള ആളുകളെ ഒബ്സർവ് ചെയ്ത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മുടെ ജിസൈലൂട്ടി വന്ന് കിച്ചണിൽ കയറുന്നു. ജിസൈലൂട്ടി കിച്ചണിൽ വന്ന് കയറിയ ഉടനെ നോക്കുമ്പോഴത്തേക്ക് കിച്ചണിൽ പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിട്ടേക്കുക. ജിസൈലിന് കണ്ടപ്പോഴേ പൊട്ടി. ജിസൈലിൻ്റെ നല്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ രാവിലെ കിച്ചണിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ മൊത്തം ഇങ്ങനെ പാത്രങ്ങൾ കഴുകാതെ കിടക്കുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നും. ജിസൈലിന് രാവിലെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നി. നേരെ നമ്മുടെ വെസൽ ടീമിനെ വിളിക്കുന്നു. വെസൽ ടീമിലെ പ്രത്യേകിച്ച് ബിന്നിയെ മസ്താനിയെ വിളിക്കുന്നു. രണ്ടുപേരും വരുന്നു. മസ്താനിയാണല്ലോ ടീം ക്യാപ്റ്റൻ, ഒരു ഗുണമില്ലാത്ത ഒരു ക്യാപ്റ്റൻ, അങ്ങനെ തന്നെ പറയണം. അപ്പം ജിസൈൽ ചോദിക്കുന്നുണ്ട്, എന്താ ഈ കിടക്കുന്നത്? ഈച്ചയൊക്കെ അരിച്ചൊക്കെ ഇരിക്കുന്നു പാത്രം. ഉടനെ മസ്താനിയും ബിന്നിയൊക്കെ, ഇവിടെ കഴിച്ച പ്ലേറ്റ് പോലും ആൾക്കാർ കഴുകുന്നില്ല, അതൊക്കെ കൊണ്ടുവന്നിടുകയാണ്, അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലാലേട്ടൻ പോലും ചോദിച്ചതല്ലേ ഇങ്ങനെ ഈ സ്വന്തം പാത്രമൊക്കെ അവനവർക്ക് കഴുകിക്കൂടെ, അത് നമ്മൾ വേണ്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗാണ്. പക്ഷേ ആ കിച്ചൺ നമ്മളെ കാണിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ കഴിച്ച പാത്രം മാത്രമൊന്നും അല്ല, അല്ലാതെ സാധനങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളും അവിടെ കഴുകി കിടപ്പുണ്ട്. അതൊക്കെ ഇവർക്ക് കഴുകാം, അതൊന്നും കഴുകിയിട്ടില്ല. പിന്നെ ന്യായങ്ങളാണ്, ഈ മുട്ട് ന്യായങ്ങൾ എന്ന് പറയത്തില്ല, അങ്ങനെ ഈച്ചയൊക്കെ അരിച്ച് കിടക്കുന്നു. എന്ത് വൃത്തികേടാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയതിന് ശേഷം ഇത്രയും വൃത്തികെട്ട ഒരു വെസൽ ടീമിനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ പാത്രങ്ങളൊന്നും കൂട്ടിയിട്ട് കണ്ടിട്ടില്ല. അത് ഈ മസ്താനിക്കൊന്നും സത്യം പറഞ്ഞാൽ വന്ന് കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം, ഡെയിലി ആരെങ്കിലും ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ ബിന്നി ആണെങ്കിൽ പോലും, ബിന്നിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ മസ്താനിയുടെ കൂടെ കൂടിയിട്ടാണോ അതോ ഇനി സെയിം ടീമിൽ വന്നതിന് ശേഷമാണോ എന്ന് അറിയത്തില്ല. രാവിലെ അട്ടർ മണ്ടത്തരമൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാള് ബിന്നി പ്രോപ്പറായിട്ടായിരുന്നു കണ്ടന്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോപ്പറായിട്ട് പറയേണ്ടടത്ത് മാത്രം പറഞ്ഞ് അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ അനാവശ്യമായിട്ടുള്ള കോണ്ടന്റുകളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ബിന്നിയൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ജിസൈൽ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് വലിയ കുലുക്കമൊന്നും ഇല്ല അവർക്ക്. പിന്നെ ജിസൈൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിസൈൽ ചായ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയണം. നമ്മുടെ ആദില നൂറ ഇവർ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ആദിലയെടുക്കെ നൂറ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആര് ഇനി ഇവിടുന്ന് നെക്സ്റ്റ് പോകും എന്നുള്ളൊരു കാര്യം ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ജിസൈലിൻ്റെയും ആര്യൻ്റെയും അബിയുടെയും മറ്റേ ആ ഒരു ക്യാപ്റ്റൻസി ഓർക്കുന്നുണ്ടല്ലോ, മറ്റേ സൈക്കിളിൽ ഇവരിങ്ങനെ, അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട്. ജിസൈൽ നമ്മുടെ നൂറയാണ് പറയുന്നത് ഈ കേസൊക്കെ. നൂറ അന്ന് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് പറയുന്നുണ്ട് ആദിലയുടെയൊക്കെ. അതായത് അന്നത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അബി ആദ്യമേ ഔട്ടായി. ഫിസിക്കൽ ടാസ്ക് അബിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അതിനുശേഷം ആര്യനും ജിസൈലും കളിച്ചപ്പോൾ ജിസൈൽ ആര്യന് വേണ്ടി തോറ്റു കൊടുത്തതാണോ എന്നൊരു സംശയം ഇവിടെ നൂറ പറയുന്നുണ്ട്. അങ്ങനെയാണ്, ജിസൈലും ആര്യനും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട്, അതിനുവേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കും എന്നൊക്കെ ഇവിടെ നൂറ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെ ഈ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാർ ഒരേപോലെ ഇവിടെ നിൽക്കണമെന്നൊന്നും എനിക്കില്ല, ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോയാൽ കൊള്ളായിരുന്നു. അതിപ്പോൾ ആര്യൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും. ജിസൈൽ നന്നായിട്ട് ഗെയിം കളിക്കാൻ ഒരു ത്രാണിയുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഇവർ രാവിലെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. പിന്നെ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വേറൊന്നുമല്ല, അതൊക്കെ പ്രോപ്പറായിട്ട് ഒരു വ്യക്തിയെ നൂറ ഒബ്സർവ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അതിനകത്തുനിന്ന്. കാരണം അനീഷിനെ പറ്റി പറയുന്നുണ്ട്. അനീഷ് ഒരു നല്ല ഗെയിമറാണ്, ഒറ്റയ്ക്കാണ്, മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും അനീഷ് ഇവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത്. അങ്ങനെ വേണം, അനീഷിനെ പോലെ കളിക്കണം, ഒരു ഗ്രൂപ്പിലും ചെന്ന് കയറരുത്. അതുപോലെ തന്നെ അവിടെ കേൾക്കുന്ന കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ അവിടെ, ആ ഒരു ഗെയിം ഒന്നും പിടിക്കരുത് എന്നൊക്കെ നൂറ ഭയങ്കരമായിട്ട് നൂറ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരെയും പലരുടെയും ഗെയിമും. ഇപ്പം അതുപോലെ തന്നെ അതിലെടുക്കെ പറയുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ നിന്ന് എന്തെങ്കിലും ട്രിഗേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇന്നലെ എപ്പിസോഡിൽ പറഞ്ഞതാ. അപ്പം ഇന്ന് രാവിലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നൂറ പറഞ്ഞു കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നൂറ ഒരു അസാധ്യ ഗെയിമറാണ് കേട്ടോ. എങ്ങനെ അതിനകത്ത് നിന്ന് ഗെയിം കളിക്കണം എന്ന് നൂറയ്ക്ക് അറിയാം. പക്ഷെ കുറച്ചും കൂടെ ആദിലേക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ട്രിഗർ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും അതില. സോ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ രാവിലെ നൂറ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ ജിസൈൽ രാവിലെ ചായ ഇടാൻ കയറിയത്. അല്ലെങ്കിൽ കയറി മറ്റേ പാത്രത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിസൈൽ അതിനകത്ത് കുറച്ച് ചായ ഇട്ടു. ഏകദേശം 10 പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ല. നമ്മുടെ വെസൽ ടീം ബിന്നിയൊക്കെ അകത്ത് നിന്ന് പാത്രം കഴുകുന്നുണ്ട്. ഉടനെ വെസൽ ടീമിൻ്റെ ബിന്നിയൊക്കെ അവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കി. ജിസൈലിൻ്റെ ഫേവററ്റിസം കാണിക്കുകയാണ്. ജിസൈലിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ, ബാക്കി എന്താ ഞങ്ങളൊക്കെ ഇല്ല, ഞങ്ങൾക്കൊന്നും ചായ ഇല്ല എന്നും പറഞ്ഞ് ഇവൾ അങ്ങോട്ട് തുടങ്ങി.
ജിസൈലും വിട്ടുകൊടുത്തില്ല. ജിസൈലിന് പൊളിഞ്ഞു. കാരണം 10 ഫേവറിറ്റിസം കാണിച്ചു 10 പേർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. ജിസൈലിന് അങ്ങനെ എല്ലാവരോടും ഭയങ്കര സ്നേഹമൊന്നുമില്ല. എല്ലാവരും ജിസൈലിന്റെ ഫേവറിറ്റിസം അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഒരാളല്ല ജിസൈൽ എല്ലാവരോടും, പ്രത്യേകിച്ച് 10 പേരോടൊന്നും. ആര്യനോട് ചിലപ്പോൾ കാണിച്ചെങ്കിൽ ചിലപ്പോൾ അക്ബറിനോട് അങ്ങനെ 1-2 ആൾക്കാരോട്. അക്ബർക്ക് ഇത് പറയുന്നുണ്ട്, ബിന്നി വന്നിരുന്ന് മറ്റേ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് അക്ബറിന്റെ ഇടയ്ക്ക് ഇരുന്ന് വന്ന് കഥ പറയുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കൊക്കെ ആയിരുന്നു ആദ്യമേ തരേണ്ടത്, ഞാനൊക്കെ അവളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, പക്ഷെ നമുക്കും തന്നില്ലല്ലോ, കിട്ടിയില്ല. അവൾക്ക് കിട്ടിയ പാത്രത്തിൽ അവൾ ഉണ്ടാക്കി. ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഈ ബിന്നിയൊക്കെ പാത്രം കഴുകി അവിടെ വെച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ പാത്രത്തിൽ ജിസയില് ചായ ഉണ്ടാക്കിയേനെ. ഇത് അവിടെ കിട്ടിയത് ഒരു ചെറിയ ഒരെണ്ണം കണ്ടു, നേരെ അവളുടെ കൊടുത്തൊന്ന് കഴുകിത്താ പെട്ടെന്ന് പറഞ്ഞ് കഴുകി അവൾ ചായ ഉണ്ടാക്കി. അതിനകത്ത് 10 പേർക്കുള്ളേ ഉള്ളൂ. അതിനകത്ത് ഈ ബിന്നിക്ക് ഒന്നും പറയാനില്ല. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബിന്നിയൊക്കെ നിന്ന് ജിസൈലിന്റെ ജോലിയിൽ ജിസൈൽ പിഴവ് കാണിച്ചു എന്ന് പറയുന്ന ഇവളുടെ ജോലിയിൽ ഇവളൊക്കെ എന്താ ചെയ്യുന്നത്? പാത്രങ്ങൾ കൂട്ടിയിടുക, ഈച്ചരിച്ച് അവിടെ കിടക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു വെസൽ ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികേടാക്കി കിച്ചൺ ഇടുന്നൊരു വെസൽ ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവരുടെ ഭാഗത്തെ തെറ്റുകൾ അവർ മറച്ചുകൊണ്ട് ജിസൈലിനെ രാവിലെ പ്രത്യേകിച്ച് ബിന്നി ഇത്ര ദിവസം ഒട്ടി നടന്നതാണ്. ഗെയിമാണ് ബിന്നിയുടെ, രാവിലെ നല്ല ഗെയിമാണ്. പക്ഷേ ആ ഗെയിം തിരിച്ച് ബിന്നിക്കിട്ട് തന്നെ കൊണ്ടു. അതാണ് പ്രശ്നം. തിരിച്ച് അങ്ങോട്ട് കുത്തി. കാരണം എല്ലാവരും പറയുന്നുണ്ട് അവള് ഫേവറിറ്റിസം കാണിച്ചൊന്നുമല്ല, ചെറിയ പാത്രമായിരുന്നു. അപ്പൊ ബിന്നി ഉടനെ പ്ലേറ്റ് മാറ്റുന്നു. എന്നാൽ വലിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്നോട് അത് കഴുകി തരാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കഴുകി കൊടുക്കത്തില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ആലോചിച്ചു, എന്തിനാണ് ജിസൈൽ ഇവളുടെ കാല് പിടിക്കുന്നത്? അതുകൊണ്ട് കഴുകി താന്നും പറഞ്ഞ് എല്ലാവർക്കും കൂടെ ഞാൻ അങ്ങോട്ട് കൊടുക്കട്ടെ, അതിന്റെ ആവശ്യമില്ല. ബിന്നിയായിരുന്നു അത് കണ്ടറിഞ്ഞ് വലിയ പാത്രങ്ങൾ എല്ലാം കഴുകി വെക്കേണ്ടത്. കഴുകി വെച്ചിട്ടും അവിടെ പാത്രം ഉണ്ടായിട്ടും എല്ലാവർക്കും കൊടുക്കാതെ 10 പേർക്ക് വേണ്ടി മാത്രമോ വല്ലതും കുറച്ചോ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ചോദിക്കാം. അപ്പൊ ബിന്നി പറയുന്ന പോയിന്റ് ന്യായമുള്ളതാ. ഇത് ഒരിക്കലും എനിക്ക് ബിന്നിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാം അവിടെ കുളവാക്കിയിട്ടിട്ട് കിട്ടിയൊരു പാത്രം ജിസൈൽ അത് ചെറിയ പറഞ്ഞ പെട്ടെന്ന് ഒന്ന് കഴുകിത്താ, വലിയ പാത്രമൊക്കെ ഇനി എപ്പോൾ കഴുകി തരാൻ, ആ ഒരു മൂഡിലായിരിക്കും ചെറുത് കഴുകി മേടിച്ച് ഉള്ള ചായ ഇട്ടങ്ങ് ഇട്ടത്. അതിനകത്തൊന്നും എനിക്ക് ജിസൈലിനെ കുറ്റം പറയാനില്ല കേട്ടോ. പിന്നെ രാവിലെ ഇങ്ങനത്തെ ഓരോ കണ്ടന്റും കൊണ്ട് ഇറങ്ങിയിട്ട് നാറത്തേ ഉള്ളൂ. അവിടെ നാറി എന്തായാലും ഒരു മൂലക്കിരിപ്പുണ്ട്. നമ്മുടെ റെന ഫാത്തിമ ജിസൈലിനോട് ഭയങ്കര സ്നേഹമാണ്, ബിന്നിയോടും അത്യാവശ്യം നല്ല രീതിയിൽ പോകും. റെന വന്നിട്ട് ബിന്നിയോട് പറയുന്നുണ്ട്, നീ എന്താ ഈ കാണിക്കുന്നത്, ആവശ്യമില്ലാത്ത കോണ്ടന്റ് മേക്കിംഗ്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ബിന്നി അടുക്കത്തില്ല, സമ്മതിക്കത്തില്ല. കാരണം ബിന്നി രാവിലെ കണ്ടന്റ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. അപ്പൊ ആ കണ്ടന്റ് തെറ്റാണെന്ന് അല്ലെങ്കിൽ മറ്റൊരാൾ പ്രൂവ് ചെയ്യുമ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി വാളും. അപ്പൊ പുതിയ ഓരോരോ കഥകൾ പറഞ്ഞ് ഇങ്ങനെ നിപ്പുണ്ട്. അത് വലിയ പാത്രം എന്റെ തന്നാ പോരായിരുന്നോ, ഞാൻ കൊടുക്കത്തില്ലായിരുന്നോ, ക്ലീൻ ചെയ്ത് ഒരാവശ്യമില്ല. അതിന്റെ ഒരാവശ്യമില്ല. ജിസൈൽ കാല് പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. കഴുകി വെക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. അവരത് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കും വലിയ മൈൻഡ് കൊടുക്കണ്ട, ഞാൻ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഗെയിമാണ്, കണ്ടന്റ് ഉണ്ടാക്കാൻ രാവിലെ ഇറങ്ങും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നൂറ ബ്രില്യൻ ഗെയിമാവും. അവൾ ഇനി മുന്നോട്ട് പോകും തോറും എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ആദിലെ ആയിരിക്കാം, എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ്, ചിലപ്പോൾ ആദിലെ ആയിരിക്കാം ആദ്യമേ പുറത്തു പോകുന്നത്. അതിനുശേഷം ചിലപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം അസാധ്യ ഗെയിമൊക്കെ ചിലപ്പം നൂറ കാഴ്ച വെച്ചേക്കാം. ഇപ്പം ആദിലേയും കൂടെ നോക്കി ആദിലേക്കും കാര്യം പറഞ്ഞു കൊടുത്ത് നിൽക്കണം, മറ്റേത് അതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത്. ഞാൻ ബാക്കി ഇനി പോയി കാണട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.